ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം ആരംഭിക്കുകയാണ്. നമ്മുടെ ശംഖുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ശംഖുയോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ബിരിയാണി വേണം എന്നുള്ളത്. ബിരിയാണിയും പുലാവും എന്തൊക്കെയോ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നമുക്ക് ശംഖുവിൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെടാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കിട്ടിയിരിക്കുന്നു. അങ്കണവാടിയിലെ ഭക്ഷണ മെനുവിൽ ഇനി ബിരിയാണി ഉണ്ടാകും. മുട്ട ബിരിയാണി, പുലാവ് എന്നിവ ഉൾപ്പെടുത്തിയതായി വിവരം വരുന്നു. അത് അനുസരിച്ചാണ് ഇപ്പോൾ പുതിയ മെനു തയ്യാറാക്കുന്നത്. ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്നൊരു 4 വയസ്സുകാരൻ ശംഖു പറഞ്ഞ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ കാര്യം മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ വന്നു. വീണ ജോർജ് അന്ന് തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭക്ഷണ മെനു പുതുക്കിയിരിക്കുന്നത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബിരിയാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ആഴ്ച 2 ദിവസം മുട്ടയായിരുന്നു. അത് നമ്മളിപ്പോ 3 ദിവസം മുട്ടയാക്കിയത്. അപ്പൊ നമുക്കൊരു മാംസാഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അംഗനവാടി പ്രവർത്തകർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിരിയാണി ഭക്ഷണ മെനുവിൽ എത്തിയതിന് പിന്നാലെ മന്ത്രി ആൻറ്റിക്കും 24-നും ശംഖു നന്ദി പറഞ്ഞു. നമുക്ക് ശംഖുവിൻ്റെ ആ പറച്ചിലൂടെ കേൾക്കണ്ടേ? വാർത്ത കണ്ടു, ശംഖുവിന് ഹാപ്പിയായി. മന്ത്രി ആൻറ്റിക്കും 24-കാർക്കും താങ്ക് യു ശംഖു, താങ്ക് യു. ഉമ്മയുണ്ട് എങ്കിൽ ഒരു ബിഗ് ഉമ്മ ശംഖുവിന്, വലിയൊരു ബെട ഉമ്മ ഇരിക്കട്ടെ ശംഖുവിന്. ഓക്കെ, എന്തായാലും ഈ ബിരിയാണി കഥയുടെ വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ തത്സമയം ചേരുകയാണ്. പ്രജിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും ശംഖുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതാണ്. ശംഖുവിന് ഇന്നു മുതൽ ഈ ബിരിയാണി കിട്ടും. അത് മുട്ട ബിരിയാണിയാണെന്ന് മനസ്സിലായി. അവൻ പുലാവിൻ്റെ കാര്യം പറഞ്ഞിരുന്നോ? എസ്കെൻ പുലാവ് എന്ന് പറഞ്ഞില്ല, പക്ഷേ ബിരിയാണിയും അല്ല അന്ന് പറഞ്ഞത് ബിർനാണിയാണ്. അപ്പം ബിർനാണി എന്ന് പറഞ്ഞ ആ പ്രതികരണം അന്ന് സമൂഹ മാധ്യമങ്ങൾ അത് പെട്ടെന്ന് വൈറലാവുകയും നമ്മൾ ആ വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയ ചർച്ചയായതോടുകൂടി മന്ത്രി ആ വിഷയത്തിൽ അന്ന് ഇടപെടുകയും അതിന് ശംഖുവിനോട് എന്താണ് പറയുക, അനുഭാവപൂർണ്ണമായ ഒരു പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടാവുകയും ചെയ്തതാണ്. അതൊക്കെ വാർത്തകളിൽ വന്നതുമാണ്. ബിരിയാണിയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം എന്നൊക്കെ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ വനിതാ ശിശു വികസന വകുപ്പ് അത് കൈകാര്യം ചെയ്യുകയായിരുന്നു. പിന്നീട് പല തലങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇങ്ങനെ കുട്ടികളുടെ ആരോഗ്യം കൂടി പരിഗണിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം ഭക്ഷണ മെനുവിൽ അങ്കണവാടിയിൽ എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, പിന്നെ ജനറൽ ഫീഡിംഗ്, ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് കുട്ടികൾക്ക് അങ്കണവാടികളിൽ ഭക്ഷണം നൽകുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു അടിമുടി മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശംഖുവിൻ്റെ ഈ ആഗ്രഹം തന്നെയാണ്. ബിരിയാണി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും വേണമെന്നായിരുന്നു അന്ന് ശംഖു പറഞ്ഞത്. പക്ഷേ അതിൽ നിലവിൽ അത് രണ്ടുമല്ല, അതിന് പകരം മുട്ട ബിരിയാണിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ നിലവിൽ ഈ പാലും മുട്ടയും ഒക്കെ കൊടുക്കുന്നുണ്ട് സ്കൂളിലും, അതോടൊപ്പം തന്നെ അംഗനവാടികളിൽ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ വീണ്ടും ഒരു മുട്ട കൂടി വരുന്നു, മുട്ട ബിരിയാണിയുടെ രൂപത്തിലാണ് എന്ന് മാത്രമല്ല ഈ എല്ലാ ദിവസവും 2 ദിവസം കൊടുത്തിരുന്ന ഈ പാലും മുട്ടയും അത് 3 ദിവസത്തേക്ക് കൂടി കൊടുക്കാനുള്ളൊരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. ഇത് കൂടാതെയുള്ള ഒരു കാര്യമാണ് ഈ പുലാവ്. ചൊവ്വാഴ്ചയാണ് ബിരിയാണി കൊടുക്കുന്നത്. പുലാവ് എന്ന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് കൃത്യമായി ഓരോ അംഗനവാടികൾക്കും അത്തരം നിർദ്ദേശങ്ങൾ നൽകും എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഉത്തരവ് കൂടി കഴിയുന്ന മുറയ്ക്ക് ഇനി മുതൽ അടുത്ത ആഴ്ച തൊട്ടൊക്കെ അത് നിലവിൽ വരും, നടപ്പാക്കി തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശംഖു ഇന്ന് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പ്രത്യേകിച്ച് അതിന് പിന്നാലെ വന്ന പ്രതികരണമൊക്കെ വളരെ വളരെ രസകരമായിരുന്നു. കാരണം മന്ത്രി ആൻറ്റിക്കും ഒപ്പം 24-നും നന്ദിയുണ്ട് എന്നാണ് കുഞ്ഞു ശംഖു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്ന് ഇത് വന്ന സമയം തൊട്ട്, ആ വാർത്തകളിൽ ഇത് ഇടം പിടിച്ചത് തൊട്ട് പൊതുസമൂഹമൊക്കെ ഇത് ഏറെ ചർച്ചയായിരുന്നു. കാരണം എത്രയോ നാളത്തെ പഴക്കമുണ്ട് ഈ ഉപ്പുമാവ് കഥയ്ക്ക്. കാരണം അങ്കണവാടികൾ എന്ന് തുടങ്ങിയിട്ടുണ്ടോ അതിനു മുമ്പ് ബാലവാടികളായിരുന്നു. അന്ന് തൊട്ട് ഈ ഉപ്പുമാവ് കൊടുത്തു തുടങ്ങുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ അതിലൊരു മാറ്റം വേണം എന്ന് കുഞ്ഞു ശംഖു എന്ന് പറയുകയായിരുന്നു. അതിന് പകരം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കോഴി പൊരിച്ചത് വേണം, മറ്റൊന്ന് ബിരിയാണി വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് അന്ന് മന്ത്രി പറഞ്ഞെങ്കിലും അത് കുഞ്ഞിൻ്റെ ഒരു സങ്കടം മാറ്റാനൊക്കെയുള്ള കാര്യമായിട്ടാണ് പലരും പറഞ്ഞത്. പക്ഷേ അത്
വകുപ്പ് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തു. അത് കൃത്യമായ സ്ഥലങ്ങളിൽ അത് എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചു. അങ്ങനെ ചർച്ചകൾ നടന്നു, പല തലങ്ങളിൽ പല രീതിയിൽ ചർച്ചകൾ നടന്നു. അങ്ങനെ കുട്ടികൾക്ക് ഊർജ്ജം ഉണ്ടാവണം, അവർക്ക് നല്ല ഭക്ഷണം വേണം. അതൊക്കെ പരിഗണിച്ചാണ് ഇങ്ങനെ മെനുവിൽ മാറ്റം വരുത്താം എന്ന് തീരുമാനിച്ചത്. ഈ പൊരിച്ച കോഴിയൊക്കെ അതിന് പകരം മുട്ട ഉൾപ്പെടുത്തിക്കൊണ്ട് മുട്ട ബിരിയാണി ആക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയായിരുന്നു. അപ്പോൾ ഈ പുലാവ് എന്ന് പറയുന്നത് ഉപ്പുമാവിന് പകരം ആവില്ലെങ്കിൽ കൂടി ആ രീതിയിൽ പുലാവ് എന്ന് പറയുന്ന ഒരു ഇനം കൂടി ഈ മെനുവിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അത് ഒരു വലിയ മാറ്റമായി മാറുകയാണ് സ്കാൻ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം പ്രജിൻ. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കൂടി ടെലിഫോണിൽ വിളിച്ചിരുന്നു. നമസ്കാരം. എന്തായാലും മിനിസ്റ്റർ അത് വളരെ ഗൗരവമായിട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമായി. ശംഖു ഹാപ്പിയാണ്, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ശംഖുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മിനിസ്റ്റർ ഒരു അമ്മ കൂടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും വളരെ ഗൗരവത്തോടെ ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമസ്കാരം. സന്തോഷം. കാരണം അങ്ങനെ ഒരു കുഞ്ഞ് പറഞ്ഞപ്പം വാസ്തവത്തിൽ അന്ന് അതൊരു നമുക്ക് ഈ ഇപ്പോൾ നിലവിലുള്ള മെനു നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു. നമുക്കൊരു നിശ്ചിത മെനു ഉണ്ടായിരുന്നില്ല, ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പഞ്ചസാര പാടില്ല, ശർക്കര കൊടുക്കണം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം പാടില്ല, അപ്പോൾ ഇന്ന അളവിൽ പോഷകങ്ങൾ വേണം, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ കുഞ്ഞുങ്ങൾ, നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ വലിയ മടുപ്പുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം, നമ്മളിപ്പം അങ്കണവാടിയുടെ കെട്ടിടം നല്ലതാക്കുന്നു, വൈദ്യുതിവൽക്കരണം നടത്തുന്നു, സ്മാർട്ട് അങ്കണവാടി ഉണ്ടാക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം കുഞ്ഞുങ്ങൾ, കാരണം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോഴാണ് വളരെ വളരെ കൗതുകത്തോടെ ഒരു കുഞ്ഞ് ബിർനാണി മതി, ഉപ്പുമാവ് വേണ്ട എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ ശംഖുവിനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അത് മാത്രമല്ല, മന്ത്രി ആന്റി ഒരു സെക്കൻഡ് നിൽക്കണേ. അവൻ യഥാർത്ഥത്തിൽ മന്ത്രി ആന്റിക്ക് ഒരു ഉമ്മ തന്നിട്ടുണ്ട്. നമുക്ക് അത് ആ ബൈറ്റ് വേണം ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യൂ. മിനിസ്റ്റർ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ശംഖുവിന്റെ ഉമ്മ അങ്ങ് മന്ത്രിമന്ദിരം വരെ എത്തട്ടെ. വാർത്ത കണ്ടു, ശംഖുവിന് ഹാപ്പിയായി. മന്ത്രി ആജിക്കും 24-കാർക്കും താങ്ക് യു. ശംഖുവിന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, ഒരു ചക്കര ഉമ്മ കൊടുക്കാം. അതുപോലെ 24 നന്ദി. വളരെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിൽ അവരുടെ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമുള്ള ഭക്ഷണം നമുക്ക് നൽകാം. തീർച്ചയായിട്ടും വലിയ പിന്തുണയാണ് എല്ലായിടത്തു നിന്നും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരും ജീവനക്കാരും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഏകീകൃത മെനുവും ആദ്യമായിട്ട് നമുക്ക് പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ കോലാഹലത്തിനിടയിലും ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞു ശംഖുവിന് മിനിസ്റ്ററുടെ ഉമ്മ, അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം, നല്ല തീരുമാനമായി. ശംഖു ഹാപ്പിയാണെന്നുള്ളതാണ്. എന്തായാലും ടിക്കറിലെ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ തന്നെ പറയുക, കുഞ്ഞു ശംഖു ഹാപ്പിയാണ്. കുഞ്ഞു ശംഖുവിന് മന്ത്രി ആൻറ്റിയുടെ ഉമ്മ, പൊന്നുമ്മയായിക്കോട്ടെ. ശംഖു എവിടെയോ ഇരുന്നത് കാണുന്നുണ്ട്. ശംഖു നാട്ടിലോ ഖത്തറിലോ ആണെന്ന് തോന്നുന്നു. എന്തായാലും പറ്റുമെങ്കിൽ ശംഖുവിനെ നമ്മളൊന്ന് ലൈനിലെടുക്കും. നമ്മൾ ഈ ശംഖുവിൻ്റെ അവൻ്റെ നിഷ്കളങ്കതയിൽ അവൻ പറഞ്ഞൊരു കാര്യമാണ്, ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇന്നിപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശംഖുവിന് നമുക്ക് അങ്ങോട്ടും ഒരു സ്നേഹവും നന്ദിയും പറയാനുണ്ട്. അപ്പോൾ ശംഖുവിനെ നമ്മൾ കാത്തിരിക്കുന്നു. ശംഖു റെഡിയായി വേഗം വരൂ. ശങ്ക കൂടാതെ വരൂ. അപ്പോൾ നമുക്കിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. അങ്കമാലി ശബരി റെയിൽവേ പാത യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ബി അബ്ദുറഹിമാൻ അറിയിച്ചു. സിൽവർ ലൈനിന് ബദലായുള്ള സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയും പരിഗണനയിലുണ്ട്. മാത്രമല്ല ഈ ശ്രീധരൻ്റെ ഈ സമാന്തര ഐഡിയ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പരിഗണിക്കുന്നുവെന്നും ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. റെയിൽവേ ഭവനിലെത്തിയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രി വി അബ്ദുറഹിമാനും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ റെയിൽവേ വിഷയങ്ങളാണ് ചർച്ചയായത്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രി വി അബ്ദുറഹ്മാൻ. കേന്ദ്ര വിദഗ്ധ സംഘം പദ്ധതിക്കായി കേരളത്തിലെത്തും. അതേസമയം ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ ചർച്ച ചെയ്തില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ലോ കേരളത്തിൽ നിന്ന്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണ്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട്
പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് ശരാശരി 372 കോടിയിൽ നിന്ന് 3042 കോടിയായി വർദ്ധിപ്പിച്ചുവെന്നും ചരക്ക് നീക്കത്തിനും പാസഞ്ചർ ട്രെയിനുമായി കേരളത്തിലെ വടക്കുമുതൽ തെക്കുവരെ ബന്ധിപ്പിക്കുന്ന 3ാമത്തെയും 4ാമത്തെയും പാതകൾക്കായുള്ള ചർച്ചകളും നടന്നുവെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ നൽകിയ കത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനവുമായി ചർച്ചകൾ ആരംഭിക്കുക. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ശംഖു ഇപ്പോൾ ഈ സൂമിൽ വന്നിരിക്കുകയാണ് നമ്മോട് സംസാരിക്കാൻ. ഹായ് ശംഖു. ശംഖു ഇനിയിപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമെന്ന് അറിയാമോ? ബിരിയാണി തിന്ന് ക്ഷീണം വരും. ബിരിയാണിയുടെ കാര്യം അറിഞ്ഞോ ശംഖു? മന്ത്രി ആൻറ്റി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. ശംഖു ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രി ആൻറ്റി സമ്മതിച്ചിരിക്കുക. ശംഖുവിനും ശംഖുവിന് ഇഷ്ടപ്പെട്ടോ കാര്യം? ശംഖു ഹാപ്പിയാണോ? മന്ത്രി ആന്റിയോട് നന്ദി ഉമ്മയൊക്കെ കൊടുത്തില്ലയോ? മന്ത്രി ആന്റി തിരിച്ചൊരു ഉമ്മ, ഭയങ്കര ഒരു ബെഡാ ഉമ്മ ശംഖുവിന് തന്നിട്ടുണ്ട്. വലിയൊരു ഉമ്മ. അപ്പോൾ ആന്റി ആണെങ്കിൽ ഇന്ന് ശംഖുവിന് മാത്രമേ ശംഖുവിന് മാത്രമേ ഒരു ഉമ്മ കിട്ടിയിട്ടുള്ളൂ. മന്ത്രി ആന്റിക്ക് ഒരു ഉമ്മ കൊടുക്കണ്ടേ നമുക്ക്? അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞോ. മിനിസ്റ്റർ ആൻറ്റി ഇപ്പം മന്ത്രി ആൻറ്റി ഇപ്പം നമ്മളോട് ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ശംഖുവിൻ്റെ കാര്യത്തിലാണ് മനസ്സിൽ വെച്ചിരുന്നിട്ട് ഇത്രയും ദിവസം കൊണ്ടു കിടന്ന് തീരുമാനമാക്കി ശംഖുവിനെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനി ബിരിയാണി കിട്ടും. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ശംഖു സൂമിലുണ്ട്. മിനിസ്റ്റർക്ക് ശംഖുവിനോടൊന്ന് സംസാരിക്കാം, അവനൊരു സന്തോഷമായിക്കോട്ടെ. ഓ ശംഖു മോനെ ശംഖു കേൾക്കാമോ? സന്തോഷായോ? അപ്പം ഞാനൊരു നന്ദി പറയട്ടെ. മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ശംഖു മിനിസ്റ്റർക്ക് എന്തോ കൊടുക്കുന്നേ പറഞ്ഞേ? മിനിസ്റ്റർ കേട്ടോണ്ടിരിക്കുക. എന്തോ എന്താ കൊടുക്കുന്നേ? കളിപ്പാട്ടം. നേരത്തെ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് മാറിയോ? അപ്പോ ശംഖുവിന്റെ ഉമ്മ മിനിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിനിസ്റ്റർ. വളരെ വിശാല മനസ്കായിട്ട് ശംഖുവിനും കൂട്ടുകാർക്കും എല്ലാം കൊടുത്തു. ശംഖു ഇനിയിപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കേട്ടോ. കൂട്ടുകാരോട് എന്താ പറയുന്നേ? ആണോ? ശംഖുവിനെ ആരെങ്കിലും വിളിച്ചോ? ശംഖുവിന്റെ അടുത്താരാ ഉള്ളത്? അമ്മയാണോ? അമ്മ എന്താ പറഞ്ഞു? അമ്മ ഹാപ്പിയാ? വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണോ? ശംഖു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് കൊടുത്ത് അങ്കിളിനോട് തരുമോ? അപ്പൊ ശംഖുവിന് 24-ന്റെ ഒരു ഉമ്മ കേട്ടോ. ഓക്കെ, അങ്ങ് എത്തിയോ സാധനം? വഴിയിൽ കളഞ്ഞു പോയാൽ പറയണം. എത്തിയോ? അപ്പോൾ താങ്ക് യു ശംഖു. ശംഖുവിനെ കാണാം കേട്ടോ. ശംഖു പഠിച്ച് വലിയ മിടുക്കനായി വലിയ കുട്ടിയാവും കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ശംഖുവാണ്. ശംഖുവിന് വ്യാപകമായിട്ട് ഇനി ഉമ്മയുടെ ഘോഷയാത്രയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർക്ക് ഇവൻ കാരണം ഇനി ബിരിയാണി കിട്ടാൻ പോവുക. താങ്ക് യു ശംഖു. ബായ്. മിനിസ്റ്റർ, എന്തായാലും നമ്മുടെ എത്ര കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും? ഓക്കെ, മിനിസ്റ്റർ വീണ ജോർജ് ആയിരുന്നു ലൈനിലുണ്ടായിരുന്നത്. ശംഖുവിന് സന്തോഷമായി. ശംഖുവിനെ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപക്ഷെ ഭരണം എന്താണെന്ന് ആ പ്രായത്തിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ കുട്ടികൾ പറയുന്നൊരു ആഗ്രഹം പോലും മനസ്സിൽ കൊണ്ടു നടന്ന് ഇത്രയും കാലം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മിനിസ്റ്റർ വീണ ജോർജ് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ. ശംഖു താങ്ക് യു. ഓക്കെ, അവൻ ഇങ്ങനെ ഇടിച്ചൊക്കെ കാണിക്കുക. ഓക്കെ, ഇനി അടുത്ത വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രികൾക്കായി ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ചികിത്സാ സംവിധാനങ്ങളുടെ പര്യാപ്തത ആശുപത്രികൾ വിലയിരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു.
പറയൂ അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. നിലവിൽ 1435 പേർക്കാണ് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 8 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും അവിടെ രോഗലക്ഷണങ്ങളുമായി എത്തുന്നവർക്ക് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ജലദോഷം, പനി പോലുള്ള ശ്വാസസംബന്ധമായ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് അവർക്ക് ആദ്യം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തണം. അത് നെഗറ്റീവാണെങ്കിലും RT-PCR ടെസ്റ്റ് നടത്തണം എന്നാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ആശുപത്രിയിൽ എന്ത് ആവശ്യത്തിന് പോയിരുന്നാലും അത് അവിടുത്തെ ജീവനക്കാരും ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നവരും കൂട്ടിരിപ്പാരും ഉൾപ്പെടെ അവരെല്ലാവരും തന്നെ മാസ്ക് ധരിക്കണം. അത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ കോവിഡ് അത് പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവരെ എല്ലാവരെയും തന്നെ പ്രത്യേക വാർഡുകളിലേക്കോ മുറികളിലേക്കോ മാറ്റി പ്രത്യേകം പാർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒമിക്രോൺ JN1 എന്ന വകഭേദമാണ് കേരളത്തിൽ നിലവിലിപ്പോൾ പ്രചരിക്കുന്നത്. അത് പക്ഷേ തീവ്രത കുറഞ്ഞതാണെങ്കിലും വ്യാപനശേഷി കൂടിയതാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത കൃത്യമായി പാലിക്കണമെന്ന്, പ്രത്യേകിച്ച് ഈ അസുഖങ്ങളുള്ളവർ, പ്രായമേറിയവർ, ഇവരൊക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ലഭിച്ച കൂടുതൽ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഫോൺ വഴി ലഭിച്ച പരാതികളിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തുക. കേസ് ഒതുക്കാൻ ED ഉദ്യോഗസ്ഥന്റെ പേരിൽ 25 ലക്ഷം രൂപ ലഭിച്ചെന്ന വിവരത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വ്യവസായിയാണ് ഫോൺ മുഖാന്തരം വിജിലൻസിനെ ഇക്കാര്യം അറിയിച്ചത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്യാം കുമാർ ചേരുന്നു. ശ്യാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN EDക്കെതിരായിട്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൽ ഒരുപിടി വിവരങ്ങൾ കൂടി വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 5 പരാതികൾ ഫോൺ മുഖേനയാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം EDയിലെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള പരാതികളാണ്. കേസ് ഒതുക്കാനായിട്ട് ED ഉദ്യോഗസ്ഥന്റെ പേരിൽ 25 ലക്ഷം രൂപ ലഭിച്ചു എന്നൊരു പരാതി വിജിലൻസ് വളരെ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. ഈ വിശദാംശങ്ങൾ വിജിലൻസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രാഥമിക അന്വേഷണവും വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഒരു വ്യവസായിയാണ് ഫോൺ മുഖാന്തരം വിജിലൻസിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 25 ലക്ഷം രൂപയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ആ വിവരം. ഏതായാലും ഈ ഒരു പരാതിയിലും ഇതുവരെ രേഖാമൂലം പരാതി നൽകാൻ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തി സ്വമേധയാ കേസെടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കേസെടുക്കാമെന്നാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SKN 25 ലക്ഷം രൂപ ED ഉദ്യോഗസ്ഥന്റെ പേരിൽ വാങ്ങിയെന്ന ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു ശ്യാംകുമാർ. നമ്മുടെ ഈ ശംഖുവിൻ്റെ കാര്യം പറഞ്ഞ് കുറേ പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ട്. സുജാത പറയുന്നു അവൻ്റെ നിഷ്കളങ്കമായ മുഖം. അതെ അതെ അതെ, എല്ലാ കുഞ്ഞുങ്ങളും അവൻ്റെ സന്തോഷം പങ്കിടട്ടെ എന്നാണ് പറയുന്നത്. മിനി ബാബു ശംഖു എന്നും അറിയപ്പെടും. ഒരു വാക്കിൽ അവൻ എല്ലാം മാറ്റിക്കളഞ്ഞില്ല. ശരിയാണ്, അവൻ അന്ന് പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞത്. അതുപോലെ വിനേഷ് കുമാർ പറഞ്ഞ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ പലതും കാണേണ്ടി വരും. ഇല്ലേ പറയില്ലേ വിനേഷ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും നമ്മൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും അടിക്കാൻ പാടില്ല. കുട്ടികൾ പൂക്കളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ശംഖുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എത്രയോ കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കഴിക്കാനുള്ള മോഹം ഉണ്ടാകും. ആ മോഹത്തിനല്ലേ ഒരു സാക്ഷാത്കാരം ഉണ്ടായത്. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കുട്ടികൾ സന്തോഷിക്കുന്ന കണ്ട നമുക്ക് കുട്ടിത്തം കൊണ്ടാണ് അത് മനസ്സിലാവാതെ പോകുന്നത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പണം കൈമാറാൻ പരാതിക്കാരൻ അനീഷ് ബാബുവിന് പ്രതികൾ നൽകിയ അഡ്രസ്സിലുള്ളത് തട്ടിക്കൂട്ട് കമ്പനിയെന്ന മുംബൈയിൽ കണ്ടെത്തി. വിജിലൻസ് പരിശോധനയിലാണ് ബോറോ കമ്മോഡിറ്റീസ് ഷെൽ കമ്പനിയാണെന്ന് കണ്ടെത്തിയത്. പ്രതികളുടെ നിർദ്ദേശപ്രകാരം കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് 50,000 രൂപ അനീഷ് ബാബു കൈമാറിയത്. കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിൽ നിന്നുള്ള വിജിലൻസ് സംഘം മുംബൈയിലെത്തി പരിശോധന നടത്തിയത്. താനെയിലുള്ള ബോറോ കോമഡിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് തട്ടിപ്പ് തുക എത്തിയെന്ന നിഗമനത്തിലായിരുന്നു പരിശോധന. എന്നാൽ കമ്പനി പ്രവർത്തിക്കുന്നത് ഒറ്റമുറിയിലാണ്. തട്ടിപ്പ് തുക സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഷെൽ കമ്പനി എന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അത് പിന്നെ അവിടെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതൊരു ഷെൽ കമ്പനിയാണ്, ഒരു ചെറിയൊരു റൂമുള്ള കമ്പനിയാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിക്കാനുണ്ട്. കമ്പനിയുടെ ഉടമകളിൽ ഒരാളെ വിജിലൻസ് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് കമ്പനിയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതികളിൽ നിന്ന് പിടികൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.
ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. എറണാകുളം ജില്ലയിൽ റേഷൻ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു, റേഷൻ എത്തുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായി എന്ന വാർത്ത വരും. തൃക്കാക്കര, കളമശ്ശേരി മേഖലകളിലെ റേഷൻ കടകളിൽ അരി വിതരണം വീണ്ടും തുടങ്ങി. ഈ പ്രദേശത്തെ റേഷൻ പ്രതിസന്ധി 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്. 24 ഇമ്പാക്ട്. ചേട്ടാ, ഈ കാർഡിന് അരി വന്നിട്ടില്ല. അല്ല, 4-ാം തീയതി വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞു, പിന്നെ ഇപ്പൊ എന്താ ഇല്ലെന്ന് പറയുന്നത്? എനിക്കൊന്നും പറയാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ. കാരണം അരി മന്ത്രി പറയുന്നത് 1.5 മാസത്തെ സ്റ്റോക്ക് ഉണ്ടെന്ന്. നാട്ടുകാർ വരുമ്പോൾ സ്റ്റോക്കില്ല, കാലി. എന്നാണ് ഇന്ന് രാവിലെ വരെയും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃക്കാക്കര പ്രദേശത്തെ റേഷൻ കടകളിലെ അവസ്ഥ ഇതായിരുന്നു. കരാറുകാർ അരിയെത്തിക്കാത്തത് മൂലം നിരവധി പേരാണ് അരി ലഭിക്കാതെ പലതവണ റേഷൻ കടകളിലെത്തി മടങ്ങിപ്പോയത്. ഇപ്പം ഞാൻ 2-3 റേഷൻ കട കയറി ഇറങ്ങി കഴിഞ്ഞു അരി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ അരി കിട്ടിയാലാണ് നമ്മളെ പോലുള്ളവർക്ക് ഭക്ഷിക്കാനാവുള്ളൂ. ഇത് അരി കിട്ടാതാവുമ്പോൾ ചോദിക്കുമ്പോൾ റേഷൻ കടക്കാർ നാളെ വരും ഇതെന്നാൽ മാത്രമേ പറയാറുള്ളൂ. റേഷൻ വിതരണം പ്രതിസന്ധിയിലായ വാർത്ത 24 നൽകിയതിനു പിന്നാലെ അടിയന്തരമായ ഇടപെടൽ. മുടങ്ങിക്കിടന്ന റേഷൻ വിതരണം കരാറുകാർ ഉച്ചയോടെ തന്നെ കടകളിലെത്തിച്ചു. രാവിലെ ഞങ്ങൾ അരി കിട്ടുമെന്ന് ചോദിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്തില്ല, ഫോൺ പോലും എടുത്തില്ല. നമ്മുടെ വാർത്ത വന്നതിന് ശേഷം വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടത്തി എല്ലാവർക്കും അരി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അരി കിട്ടി. ഇത് കാണുന്ന ആളുകൾ മുഴുവൻ റേഷൻ മേടിക്കാൻ ഇപ്പോൾ വന്നേക്കുന്നത് കണ്ട. അരിയെത്തിയ വിവരമറിഞ്ഞ നിരവധി പേരാണ് റേഷൻ കടകളിലേക്ക് ഓടിയെത്തിയത്. 6ാമത്തെ പ്രാവശ്യം ഇത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. കിട്ടിയൊരു സന്തോഷം. അല്ലെങ്കിൽ പിന്നെ നാളെ നടക്കണം. ഇപ്പോൾ എന്നാ നടക്കണമെന്ന് പറഞ്ഞില്ല, ഇന്ന് വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ വന്ന് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ചോദിച്ചതാണ് എപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. സാധനം കിട്ടാത്ത ലോറിക്കാരെന്തോ സമരമാണ്, അവർക്ക് ഇറക്കാൻ പറ്റില്ല, മഴയാണ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിറക്കാറുള്ളത്. മാസങ്ങളായി സാധാരണക്കാർ നേരിട്ട പ്രതിസന്ധിക്കാണ് ഇതോടെ പരിഹാരമായത്. വലിയൊരു പ്രതിസന്ധി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് റേഷൻ വ്യാപാരികളും സാധാരണ ജനങ്ങളും. ഇനിയെങ്കിലും കരാർ കുരുക്കുകളിൽപ്പെട്ട് ആരുടെയും അന്നം മുടങ്ങാതിരിക്കട്ടെ. ക്യാമറമാൻ അനൂപിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. താങ്ക് യു സൂര്യശ്രീ. ഈ വാർത്ത ചെയ്തുകൊണ്ട് ഗുണമുണ്ടായി. അവിടെ പെട്ടെന്ന് അരി വിതരണം തുടങ്ങി. റേഷൻ കടകളിലൊക്കെ അരിച്ചാക്കുകൾ വന്ന് നിറഞ്ഞു. സന്തോഷം. അവർ 24 ഇമ്പാക്ട്. റസാക്ക് പറഞ്ഞ അല്ല SK, ഈ 9 കൊല്ലമായി സർക്കാർ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ സർക്കാർ. ഈ 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ തോന്നിയത് നിലമ്പൂർ പ്രമാണിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? വിദേശ ഫണ്ട് വിവേചനം സംബന്ധിച്ച വിഷയം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വിഷയം ഉന്നയിക്കാൻ സർക്കാരിന് മറ്റ് അവസരങ്ങളുണ്ട്. സംസ്ഥാനത്തെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളാണ് ഇന്ന് ഉന്നയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. വിദേശ സഹായവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ അജണ്ടയിൽ വരേണ്ടതല്ല. അതൊരു പൊതുവായ പ്രശ്നമാണ്. അത് നമ്മൾ പൊതുവെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് പറയാൻ സമയമുണ്ട്. കാരണം ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് നൽകിയ ഒരു കാര്യത്തിനെ നമ്മൾ എതിർത്തിട്ടില്ല. മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തത് നന്നായി, കാരണം സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊരു വിവേചനം വേണ്ട കാര്യമില്ല. എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ കാണണം എന്നൊരു കാര്യം പൊതുവിൽ പറഞ്ഞതാണ്. 2-3 ഇഷ്യൂസിൽ പിന്നെ ചില കണക്കുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് അത് അത്യാവശ്യം കറക്റ്റ് ചെയ്ത് തരണം. മൈലമ്പാടി മണ്ടകവയലിൽ പുലിയുടെ സാന്നിധ്യം കണ്ടു. വളർത്തുനായെ പുലി പിടിച്ചു. വീടിൻ്റെ മുൻവശത്തു കൂടി പുലി പോകുന്ന ദൃശ്യം 24 കിട്ടി. ആ ദൃശ്യത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഇതേ പുലി വരുന്നു. പുലിക്കൊന്നും ഒരു ക്ഷാമവുമില്ല, എവിടെ നോക്കിയാലും പുലിയാണ്. പണ്ട് ആൾക്കാരെ കുറിച്ചായിരുന്നു പറയുന്നത്, അവൻ ആള് പുലിയാണ്. യഥാർത്ഥ പുലി ഇറങ്ങിയിരിക്കുക അന്വേഷിച്ച കാര്യങ്ങൾ. എന്നാ യാത്ര അവൻ്റെ. കൊള്ളാം. ഓക്കെ, പുലി. അപ്പോൾ നമുക്കൊരു പ്രതികരണം കൂടി ഉണ്ട് ഈ പുലിയുടെ വരവിൽ. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരമായിട്ടും ഇവിടുത്തെ വളർത്തുപട്ടീനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ CCTV പരിശോധിച്ചപ്പോഴാണ് മുറ്റത്ത് കടുവേൻ്റെ സാന്നിധ്യം കണ്ടത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് പട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 കടുവേനെ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് കടുവയായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കൃഷിക്കാരൊരു മേഖല ആയതുകൊണ്ട് തന്നെ വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകും. സുർജിത്ത് ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇതിൽ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നത്?
അത് കടുവയല്ല, പുലി തന്നെയാണ്. ഈ സംഭവം ഉണ്ടായത് ഇന്ന് വളർത്തുനായെ കാണാതായതിനെ തുടർന്ന് നടത്തിയ CCTV പരിശോധനയിലാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൈലമ്പാടി മണ്ടകവയൽ നെരവത്ത് ബിനു തോമസിന്റെ വളർത്തുനായയാണ് പുലി കൊന്നിരിക്കുന്നത്. എന്തായാലും വീടിന് മുൻവശത്തൂടെ പുലി പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. അതിനുശേഷം ഇവർ ഉറപ്പിച്ചു പുലി തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം നാട്ടുകാരുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ അവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും. പിന്നീട് പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചാൽ സ്വാഭാവികമായും കൂട് വെച്ച് പിടികൂടുന്ന നടപടിയിലേക്ക് കടക്കും. അതിന്റെ ഏകദേശം അകലെയായി കാട് വനപ്രദേശം ഉണ്ട് എന്നുള്ളതാണ്, തോട്ടവും ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്നാകാം ഇത് വന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. SK. താങ്ക് യു സുർജിത്. ഒരു ശരിക്കും ഒരു കുട്ടിയുടെ ഒരു സന്ദേശം ഞാൻ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു വായിക്കാനായിട്ട്. അതിപ്പോൾ മറിഞ്ഞുപോയി, നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രിയെ പരിഹസിച്ച രാഹുൽ ഗാന്ധി ട്രംപ് മോദിയെ വിളിച്ച് നരേന്ദ്ര കീഴടങ്ങ് എന്ന് പറഞ്ഞെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. പ്രധാനമന്ത്രി SR പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും രാഹുൽ ഗാന്ധി. അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ 1971 പാകിസ്ഥാനെ തകർത്തു വിട്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭോപ്പാലിലെ പൊതുപരിപാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. उधर से ट्रंप ने एक इशारा किया, फोन उठाया, कहा मोदी जी क्या कर रहे हो, नरेंद्र सरेंडर, और जी हजूर करके नरेंद्र मोदी जी ने ट्रंप के इशारे का पालन किया. രാഹുലിന്റെ മറുപടിയുമായി BJPയും രംഗത്ത് വന്നു. രാഹുൽ സംസാരിക്കുന്ന പാകിസ്ഥാന്റെ ISIയുടെ ഭാഷയിലെന്ന് BJP വക്താവ് തുകിൻ സിൻഹ. രാഹുൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും നിശ്ചിതമായ വാക്കുകളിലൂടെയാണ് പ്രധാനമന്ത്രി അദ്ദേഹം ആക്രമിച്ച് കയറിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്ക് എന്താണ് ഈ ഓപ്പറേഷനിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. തുടർച്ചയായി ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതിനിടെ ഇക്കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരുന്നതിനിടെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം അല്ലെങ്കിൽ പരിഹാസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി ഭോപ്പാലിലെ പൊതുപരിപാടിയിൽ വെച്ച് ആരോപിച്ചത്. നരേന്ദർ സറണ്ടർ എന്ന് ട്രംപ് ആഹ്വാനം ചെയ്തു എന്നും അത് SR എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അത് അനുസരിച്ചു എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഒപ്പം തന്നെ ചരിത്രത്തിലേക്കും രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മേൽ കടുത്ത സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിന് കീഴടങ്ങാൻ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ തയ്യാറായില്ല, മറിച്ച് പാകിസ്ഥാനെ തകർത്ത് വിടുകയാണ് ഇന്ത്യ അന്ന് ചെയ്തത് എന്നുമാണ് രാഹുൽ ഗാന്ധി ഈ ഭോപ്പാലിലെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കുന്നതല്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇതിന് പ്രതികരണവുമായി BJPയും രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്നാണ് BJPയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും BJP പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിന്റെ ഈ പരാമർശം വരും മണിക്കൂറുകളിലും കൂടുതൽ ചർച്ചകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, ബലറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ നേരത്തെ കാണാതെ പോയ ആ സന്ദേശം കണ്ടുപിടിച്ചു. സബീന VM പറയുന്നു, ഹലോ സാർ, ഞാനൊരു ഡിസേബിലിറ്റി ഉള്ള കൊച്ചാണ്. എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യണം. എന്നാൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ ഡിസേബിലിറ്റി ഉള്ളവർക്ക് സീറ്റില്ല. ഇത് ഒന്ന് പറയണം. സബീന പറയുന്ന കാര്യമാണെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണത്. അവിടെ ആലുവ റൂട്ടിൽ ഓടുന്ന ബസ്സുകളിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പരിമിതിയുള്ള കുട്ടികൾക്കുള്ള സീറ്റുകൾ നിർബന്ധമാക്കണ നിയമമാണത്. ആലുവ മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. അതിലൊരു ഇടപെടൽ ആലുവ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇനി നമുക്ക് മറ്റൊരു വാർത്തയ്ക്കായി നമ്മൾ വേറെ വാർത്തയിലേക്ക് പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരികെ ഇന്ത്യയിലേക്ക് വരികയാണ്. മടങ്ങിയെത്തിയ ആദ്യ സംഘവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. വിദേശ പര്യടനം നടത്തിയ പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി വെള്ളിയാഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ BJP MP ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകിയ സംഘം ഇന്ന് മടങ്ങിയെത്തി. സംഘവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധി സംഘത്തിന് നേരിട്ട് അഭിനന്ദനം അറിയിച്ചു. അൾജീരിയ, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും മടങ്ങിയെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ മറുപടി നൽകി. നഷ്ടങ്ങളും തിരിച്ചടികളും ഇന്ത്യൻ സായുധ സേനകളെ ബാധിക്കില്ല. നഷ്ടങ്ങളല്ല നേട്ടങ്ങളാണ് പ്രധാനമെന്നും സംയുക്ത സൈനിക മേധാവി. When I was asked about losses on our side, I said these are not important. The results and how you act is important. Suppose you go in a test match, cricket test match, and you win by innings defeat. Then there's no question of how many wickets and how many balls and how many players. It's an innings kind of defeat. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 10-ന് കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് വിവരം. വരുന്ന വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീർ സന്ദർശിക്കും. 24 ഡൽഹി. ഭൂകമ്പത്തിൽ മതിൽ തകർന്നതിന് പിന്നാലെ പാകിസ്ഥാനിൽ 200-ലധികം തടവുകാർ ജയിൽ ചാടി. 78 പേരെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. മറ്റ് തടവുകാരെ കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാത്രി കിഴക്കൻ കറാച്ചിയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെയാണ് സംഭവം. സുരക്ഷ മുൻനിർത്തി തടവുകാരെ ഒഴിപ്പിക്കുന്നതിനിടയിലാണ് 216 തടവുകാർ രക്ഷപ്പെട്ടത്. ഭൂകമ്പത്തിൽ ജയിലിന്റെ മതിൽ തകർന്നതിന് പിന്നാലെയാണ് തടവുകാർ രക്ഷപ്പെട്ടത്. മാലിർ ജയിലിനടുത്ത് നിന്ന് വെടിവെപ്പിന്റെ ശബ്ദവും തടവുകാർ റോഡിലൂടെ ഓടുന്നതടക്കമുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തടവുകാർ ജയിൽ ചാടിയതിന് പിന്നാലെ നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചാടിപ്പോയ പലരും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഞായറാഴ്ച മുതൽ കറാച്ചിയിലെ മാലിർ, ലാൻഡി, കിയാബാദ് എന്നിവിടങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രൈം ടൈം തുടരുകയാണ്. അനിയൻ പറയുന്നു ഒരാൾ പുലിയെന്ന് പറയുന്നു, മറ്റൊരാൾ കടുവെന്ന് പറയുന്നു. ഇതിൽ ഏത് വിശ്വസിക്കണം? പുലിയെന്ന് വിശ്വസിച്ചുള്ളൂ, അതാ സൗകര്യം. നിലമ്പൂരിൽ പ്രചാരണ ചൂട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 18 പേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രിക ഉൾപ്പെടെ 7 പത്രികകളിൽ നിന്ന് തള്ളി. SDPI സ്ഥാനാർത്ഥിയായ സാദിഖ് നടുത്തൊടിയുടെ പത്രികയും തള്ളിക്കളഞ്ഞു. സാദിഖും സ്വതന്ത്രനായി മത്സരിക്കും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 5-ാം തീയതി വൈകിട്ട് 3 മണി വരെ. PV അൻവറിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കഴിയില്ല. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച പത്രിക അംഗീകരിക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കാണിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയത്. ദേശീയ പാർട്ടി അല്ലാതെ മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രികയിൽ മണ്ഡലത്തിലെ 10 പേരുടെ ഒപ്പ് വേണമെന്നാണ് ചട്ടം. എന്നാൽ അൻവറിന്റെ പത്രികയിൽ ഒരാളുടെ ഒപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതും ഒരു സെറ്റ് പത്രിക തള്ളാൻ കാരണമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക അംഗീകരിച്ചു. ചിഹ്നം ഏതായാലും തിരിച്ചടിയല്ലെന്നും പിണറായിക്കെതിരെയാണ് പോരാട്ടമെന്നും PV അൻവർ. അവിടെ പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടലാണ്. പിണറായിസത്തിന് വേണ്ടി ജീവിതം കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ പിണറായിസത്തെ ആരാണ് ശക്തമായി എതിർക്കുന്നത്? ആ ശക്തമായി എതിർക്കുന്നവർക്ക് വോട്ട് നൽകാൻ ജനം അവിടെ കാത്തിരിക്കുകയാണ്. ഒന്ന് തെളിഞ്ഞ പിണറായിയാണ്, മറ്റൊന്ന് ഒളിഞ്ഞു നിൽക്കുന്ന പിണറായിസത്തിന്റെ വക്താവാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആശയക്കുഴപ്പമാണ് പത്രിക തള്ളാൻ കാരണമെന്ന് വിശദീകരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ ദേശീയ നേതൃത്വത്തിന്റെ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും അൻവറിന് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നും നേതൃത്വം. പത്രിക തള്ളിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്നും തങ്ങളത് കാര്യമാക്കുന്നില്ല എന്നുമാണ് LDFന്റെയും UDFന്റെയും നിലപാട്. ന്യൂസ് ഡെസ്ക് 24.
നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കമെന്ന LDFന്റെ ആരോപണം UDF നേതാക്കൾ തള്ളിക്കളഞ്ഞു. വ്യാജ പ്രചാരണമെന്ന PC വിശ്വനാഥ്. കോൺഗ്രസും ലീഗും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് മലപ്പുറം DC പ്രസിഡന്റ് PS ജോയ്. അൻവർ വിഷയത്തിൽ UDF ഒറ്റക്കെട്ടെന്ന് PM സലാം. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം വേദി പങ്കിട്ട് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ. വിവാദങ്ങളെ പാടെ അവഗണിച്ചാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. PV അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ടെന്ന് UDF ഒറ്റക്കെട്ടായി എടുത്ത നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 24നോട് പറഞ്ഞു. PV അൻവറിന്റെ വാതിൽ എന്നേക്കുമായി അടച്ചുവെന്നും VD സതീശൻ. ഞാൻ എടുത്ത ഒരു നിലപാടല്ല അത്. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനം. UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തി. ഞാനത് പറഞ്ഞു. അത് അവസാനത്തെ UDF യോഗം ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അറിയിച്ചു. എന്നിട്ട് വീണ്ടും ചെയ്താൽ ആ വാതിലങ്ങ് അടച്ചേക്കാൻ എന്നോട് പറഞ്ഞു UDF നേതൃത്വം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാലമായാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രചാരണ രംഗത്തുണ്ട്. ഇന്ന് പോത്തുകൽ മുണ്ടേരിൽ നിന്നാണ് പഞ്ചായത്ത് തല പ്രചാരണം തുടങ്ങിയത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയെ വർഗീയ ഒരു ജില്ലയാക്കി പലരും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, വർഗീയ ധ്രുവീകരണം കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ നിലമ്പൂർ നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് അതിനൊരു ഭാഗമാകും. ഇന്നു മുതൽ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാക്കളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. PV അൻവറിനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. 24 നിലമ്പൂർ. വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ്. വർഗീയവാദികൾ നല്ല മനുഷ്യരല്ല, അവിടെ വോട്ടുകളും വേണ്ട. വർഗീയ ചിന്തകളുള്ളവർ അത് ഉപേക്ഷിച്ച് മതനിരപേക്ഷ പക്ഷത്തേക്ക് വരികയാണ് വേണ്ടതെന്നും M സ്വരാജ് ആവശ്യപ്പെട്ടു. ഇന്ന് സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിലാണ് LDF സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ കണ്ണുവെച്ച് NDA ക്യാമ്പ്. ക്രിസ്ത്യൻ സമൂഹത്തിന് BJPയോടുള്ള അവമതിപ്പ് മാറിയെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 24നോട് പറഞ്ഞു. മണ്ഡലത്തിലെ NDA കൺവെൻഷൻ ജൂൺ 5-ാം തീയതി കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. IIT പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മിന്നുന്ന വിജയം കിട്ടി. ബ്രില്യനിലെ അക്ഷയ് ബിജു ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 192-ാം റാങ്ക് നേടി കേരളത്തിൽ തന്നെ ഒന്നാമനായി. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് JEE അഡ്വാൻസ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ തിളക്കമാർന്ന നേട്ടം. ബ്രില്യന്റിലെ അക്ഷയ് ബിജു ദേശീയ തലത്തിൽ 192-ാം റാങ്ക് നേടി. കേരളത്തിൽ ഒന്നാമനായി അക്ഷയ് ബിജു മലയാളികളുടെ അഭിമാനമായി മാറി. കേരളത്തിലെ ആദ്യ 10 റാങ്കുകളിൽ 9 നേടിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ്. മഹാദേവൻ സഞ്ജുവാണ് കേരളത്തിൽ 2-ാം സ്ഥാനത്ത്. ആദിൽ സായൻ 3-ഉം ഗൗതം വാത്യാട്ട് 4-ാം സ്ഥാനത്തെത്തി. മിലൻ ജോസ്, മാഹിർ അലി, ഹരികിഷൻ ബൈജു, ജോഷുവ ജെയ്സൺ, ഹരിത് ശ്യാം എന്നിവരാണ് 5 മുതൽ 10 വരെ സ്ഥാനങ്ങളിൽ. രാജ്യത്തെ IIT-കളിലും NIT-കളിലുമായി ഈ വർഷം മാത്രം 750-ലധികം മലയാളി വിദ്യാർത്ഥികളാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പരിശീലനത്തിലൂടെ പ്രവേശനത്തിനായി യോഗ്യത നേടിയത്. 24 കോട്ടയം. വിജയികൾക്ക് ആശംസകൾ. IPL ഫൈനലിൽ ബംഗളൂരുവിനെതിരെ പഞ്ചാബിന് 191 റൺസ് വിജയലക്ഷ്യം. ബംഗളൂരു 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്തു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അടിയന്തരമായ അനിൽ വാസുദേവ് വരുന്നു. അനിൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. ഗുഡ് ഈവനിങ് SKN. എന്തായാലും IPL കിരീടാവകാശികൾ ആരാണ്? അല്ലെങ്കിൽ പഞ്ചാബിന് കിരീടത്തിലേക്ക് ഇനി 191 റൺസാണ് വേണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് അവർക്ക് എടുക്കാനായത്. ഇതുപോലെ ഒരു പിച്ചിൽ, പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ ഈ പിച്ചിൽ 200 റൺസെങ്കിലും വേണം എന്നുള്ളതാണ് കാര്യം. അവർക്ക് ആ പ്രതീക്ഷിച്ച സ്കോർ പടുത്തുയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 ആണ് എടുത്തത്. അവരുടെ നിരയിൽ വിരാട് കോഹ്ലി 43 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ. ഒപ്പം തന്നെ രജത് പാട്ടീദാർ, ലിയാങ് ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ തുടങ്ങിയവരൊക്കെ തന്നെ 30 റൺസ് കടക്കാൻ ആവാതെ അങ്ങനെ കുഴങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കണ്ടു. ഒരുപക്ഷെ അവർക്ക് പ്രതീക്ഷിച്ചതിലും ഒരു 20-30 റണ്ണെങ്കിലും കുറവാണ് ഈ ഘട്ടത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പഞ്ചാബിന്റെ മികച്ച ബൗളിംഗ് പ്രകടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പിച്ചിൽ 190 എന്ന് പറയുന്നത് അവർക്കൊരു കടന്നുപോയി എന്നതുപോലും പറയാൻ സാധിക്കില്ല. കാരണം അത്ര കണ്ട് മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുക്കാൻ പഞ്ചാബ് ബൗളർമാർക്ക് ആവുകയും ചെയ്തു. അർഷദീപ് സിംഗും ഒപ്പം തന്നെ KL ജാംസണും 3 വിക്കറ്റ് വീതമെടുത്തപ്പോൾ അസമത്തുള്ള ഒമർ സായി 1 വിക്കറ്റും വിജയകുമാർ വൈശാഖും യുസ്വേന്ദ്ര ചഹാലും ഓരോ വിക്കറ്റ് വീതമെടുത്തു. ഒമർ സായിയാണ് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തത്. വിരാട് കോഹ്ലിക്ക് ഒന്നും തന്നെ വലിയ രീതിയിൽ
സ്കോർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ തന്നെ തീരെ കുറവായിരുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കാൻ. എന്തായാലും ഇനി RCBയുടെ ബൗളർമാർ കിണഞ്ഞ് ശ്രമിച്ചാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ചരിത്ര കിരീടം, കാലങ്ങളായി കാത്തിരിക്കുന്ന ആ കിരീടം കിട്ടാൻ സാധിക്കുള്ളൂ. പഞ്ചാബിനാണ് ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി സാധ്യതകൾ തുറന്നു കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഇതേ ഗ്രൗണ്ടിൽ മുംബൈയുടെ 203 എന്ന സ്കോർ ചേസ് ചെയ്തതാണ്, അതും അനായാസമായി. അതുകൊണ്ട് തന്നെ പഞ്ചാബിനാണ് ആദ്യ ഇന്നിംഗ്സ് കഴിയുമ്പോൾ നേരിയ തോതിലെങ്കിലും ഒരു മുൻതൂക്കം. പക്ഷേ RCBയുടെ ബൗളർമാർ സമീപകാലത്ത് ഇല്ലാത്ത പ്രകടനം ഈ സീസൺ കാഴ്ചവെക്കുന്ന RCB മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് ജോഷ് ഹേസൽവുഡ് എന്ന ഓസ്ട്രേലിയൻ പേസറിലാണ് SKN. താങ്ക് യു അനിൽ വാസുദേവ്. മറ്റൊരു വാർത്തയിലേക്ക്. മലയാളം സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദാണ് പുതിയ വൈസ് ചാൻസലർ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ കേരള സ്റ്റഡീസിൻ്റെ വകുപ്പ് മേധാവിയാണ് ഇപ്പോൾ CR പ്രസാദ്. എന്തായാലും ഡോക്ടർ പ്രസാദിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. 24ൻ്റെ പ്രോഗ്രാമൊക്കെ കൃത്യമായി കാണുകയും അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അതിൽ പരിമിതികളുണ്ടെങ്കിൽ യഥാവിധം നമ്മളെ അറിയിക്കുകയും മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാനുഭാവനാണ് ഡോക്ടർ CR പ്രസാദ്. കൺഗ്രാജുലേഷൻസ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.